ഈ രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രി പോലും ഇല്ല എന്നാണ്. 4 കോടി ജനങ്ങൾ താമസിക്കുന്ന ഉത്തർപ്രദേശ്, അവിടെ ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ല എന്ന് മാത്രമല്ല, ആ സംസ്ഥാനം തുടർച്ചയായി ഭരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിക്ക്, ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിന്റെ സംഘടിത രൂപം എന്ന് പറയാൻ കഴിയുന്ന രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ ഒരൊറ്റ MLA പോലും ഇല്ല. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രി ഇല്ല. ഇന്ത്യയിലെ 11ഓളം സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രിയേ ഉള്ളൂ. ഈ രാജ്യത്ത് 4 സംസ്ഥാനങ്ങളിലെ ഒന്നിലധികം മുസ്ലിം മന്ത്രിമാർ, ഒന്നിലധികം എന്ന് വെച്ചാൽ 3 അല്ല കേട്ടോ, 2 ഉള്ളൂ എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ബഹിഷ്കരിക്കപ്പെടുന്ന, പുറത്താക്കപ്പെടുന്ന, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരായി ഈ രാജ്യത്തെ ഈ സമുദായം, വിശേഷിച്ച് ഉത്തരേന്ത്യൻ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ മാറി എന്ന പരിശോധന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ വളരെ ഈ ഒരു അവസ്ഥയിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഭൂതകാലം ഞാൻ പറഞ്ഞു, അവര് ഈ രാജ്യത്തെ നിർമ്മിച്ച ആ ചരിത്ര പ്രയാണത്തിൽ വലിയ പങ്ക് വഹിച്ചവർ എങ്ങനെ ഈ അവസ്ഥ. ഇപ്പം ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിൽ, പിന്നീട് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ മുന്നിൽ ഒരു സ്ത്രീയുടെ ഒരു കേസ് വരുന്നുണ്ട്. അതൊരു സിവിൽ സ്യൂട്ടാണ്. പരാതിക്കാരിയുടെ പേര് സുൽത്താന ബീഗം എന്നാണ്. അവർ താമസിക്കുന്നത് കൽക്കട്ടയിലാണ്. കൽക്കട്ടയിൽ ഹൗറ പാലത്തിന്റെ പരിസരത്ത് ഒരു ചെറിയ കുടിലിൽ താമസിക്കുന്ന, പിന്നെ വളകളൊക്കെ ഉണ്ടാക്കി വിറ്റ് ജീവിക്കുന്ന ആ സ്ത്രീ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നുകൊണ്ട് കൊടുക്കുന്നത് ഒരു പഴയ സ്വത്ത് തർക്കമാണ്. 150 വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ഒരു കുടുംബ സ്വത്ത് അവർക്ക് കൈമോശം വന്നിട്ടുണ്ട്. അവരിൽ നിന്ന് അത് പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാരാണ്. ആ സ്വത്ത് തിരികെ കിട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇപ്പൊ ഡൽഹി പോലൊരു നഗരത്തിൽ അവിടെ സ്വത്ത് തർക്കങ്ങൾ പുതുതല്ല, പക്ഷെ ഒരുപാട് സിവിൽ സ്യൂട്ടുകൾ അവിടെ വരാറുണ്ട്. പക്ഷെ ഈ കേസ് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളുടെയും ശ്രദ്ധയിലേക്ക് വന്നു. കാരണം ഈ സുൽത്താന ബീഗം ആവശ്യപ്പെടുന്ന 180 വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ പൂർവികരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ട ആ കെട്ടിടത്തെ കുറിച്ച് എന്നെ സംസാരം ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ആ കെട്ടിടത്തിലാണ് കഴിഞ്ഞ 178 വർഷക്കാലമായി സ്വതന്ത്ര ഭാരതം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ പതാക ഉയർത്താറുള്ളത്. ദൗർഭാഗ്യവശാൽ സുൽത്താന ബീഗത്തിന്റെ പൂർവികന്മാരുടെ കയ്യിൽ നിന്ന് കൈമോശം വന്ന ആ കെട്ടിടം ഞാൻ ആദ്യം സൂചിപ്പിച്ച ചെങ്കോട്ടയാണ്. അന്ത്യമുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിന്റെ പേരക്കുട്ടികളിൽ ഒരാളിന്റെ ഭാര്യയാണ് ആര്? സുൽത്താന ബീഗം. ഇതിലും കൃത്യമായി എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ആ സിവിൽ സ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞു വെച്ചത്.